ഹേ ഗൈസ് വെൽക്കം അഗൈൻ ടു സിനിക്ലോപീഡിയ. സോ നമ്മുടെ ഓസ്കാർസ് 2025 ഫുൾ ലിസ്റ്റ് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ നമുക്കിതിൻ്റെ വിന്നേഴ്സിനെ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒന്ന് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് തന്നെ മൈക്കി മാഡിസൺ ആണ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ടുള്ള ഓസ്കാർ വിൻ ചെയ്തത്. അനോറ ഫിലിമിലെ കിടിലൻ ഒരു പെർഫോമൻസിന് പുള്ളിക്കാരത്തി ഈ ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് സ്വന്തം പേരിലാക്കി. സോ ദ സബ്സ്റ്റൻസിലെ ഡെമി മൂറും ഇങ്ങനെ അത്യാവശ്യം ഒരു തരക്കേടില്ലാത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും ഈ പുള്ളിക്കാരത്തി മൈക്കി മാഡിസൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. ഒരു സിനിമയായിരുന്നു അനോറ. സോ അതിലൊരു വളരെ ഇമ്പാക്റ്റ്ഫുൾ ഒരു പെർഫോമൻസ് ആണ് പുള്ളിക്കാരത്തി കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ജയിച്ചതിൽ ഞാൻ തീർച്ചയായും ഒരു ഡിസേർവിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ആക്ടേഴ്സിലേക്ക് വരുമ്പം അഡ്രിയാൻ ബ്രോഡിയാണ് ബെസ്റ്റ് ആക്ടർ. സോ പുള്ളിക്കാരൻ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ഫിലിമിനെ കിടിലൻ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിന് തൻ്റെ രണ്ടാമത്തെ ഓസ്കാറാണ് അഡ്രിയാൻ ബ്രോഡി ഇന്നലെ ഓസ്കാർസ് വേദിയിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. സോ ദ പിയാനിസ്റ്റ് 2003 ഇറങ്ങിയ പിയാനിസ്റ്റിലായിരുന്നു അവൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. അതേപോലെ ഒരു സിമിലർ ഒരു ഫിലിം ചെയ്ത് വീണ്ടും പുള്ളിക്കാരൻ ഒരു ഓസ്കാർ കൂടെ ബെസ്റ്റ് ആക്ടർ എന്ന ലേബലിൽ നേടിയിരിക്കുകയാണ്. ആൻഡ് ഇതിനു മുന്നേ പുള്ളിക്കാരൻ ആകെ 2 തവണ ഓസ്കാർസിൽ ബെസ്റ്റ് ആക്ടർ ലിസ്റ്റിൽ നോമിനേറ്റ് ആയിട്ടുള്ളൂ. ആ 2 തവണയും ഓസ്കാർ നേടിയെടുത്തു. അങ്ങനെ നേടുന്ന അപൂർവ നേട്ടങ്ങൾ നേടുന്ന ഫസ്റ്റ് എവർ ആക്ടറായിട്ട് അഡ്രിയാൻ ബ്രോഡി മാറിയിരിക്കുകയാണ്. എൻ്റെ പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. സോ വീണ്ടും ഒരു അർഹതപ്പെട്ട അംഗീകാരം നേടിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അഡ്രിയാൻ ബ്രോഡിയാണ് ബെസ്റ്റ് ആക്ടർ ഫോർ ദ ബ്രൂട്ടലിസ്റ്റ് ഇൻ ഓസ്കാർസ് 2025. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ബെസ്റ്റ് പിക്ചറായിട്ട് ചൂസ് ചെയ്തത് അനോറയാണ്. സോ അനോറ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. കഴിഞ്ഞ വർഷത്തെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഐ അഡോർ ദാറ്റ് ഫിലിം. ബട്ട് ഒരു ബെസ്റ്റ് പിക്ചറിനുള്ളത് ആ ഒരു ഫിലിമിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷോൺ ബേക്കറിന് വേണ്ടി ഞാൻ ഹാപ്പിയാണ്. ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിന് വേണ്ടി ഞാൻ ഹാപ്പിയാണ്. എന്നെ വളരെ പ്ലീസ് ചെയ്ത ഒരു ഫിലിമാണ്. എസ്പെഷ്യലി ടുവേർഡ്സ് ഇറ്റ്സ് എൻഡ് ഒരു കംപ്ലീറ്റ്ലി ഒരു സെറ്റാറിക്കൽ കോമഡി ഫിലിം കാഴ്ചവെച്ചിട്ട് എൻഡിലേക്ക് വന്നപ്പോൾ ഇമോഷണലി വളരെ എന്നെ പിടിച്ച് ഒന്ന് ക്യാപ്റ്റിവേറ്റ് ചെയ്ത ഒരു കിടിലൻ ഫിലിമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ആണെങ്കിൽ പോലും ദ ബെസ്റ്റ് കാറ്റഗറിയിൽ ഈ ഒരു ഫിലിം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഫിറ്റിംഗ് ഓർ ഡിസേർവിങ് വിൻ. ഈവൻ ദ സബ്സ്റ്റൻസ് അതിന് കുറച്ചുകൂടി ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് സെക്സ് വർക്കേഴ്സിന് ഒക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഫിലിം ആണെങ്കിൽ പോലും ഇതിനൊരു ഇന്നർ പ്ലോട്ട് മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ബെസ്റ്റ് ഫിലിം എന്നുള്ള ഒരു കാര്യത്തിൽ ഇതിന് കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഡിസേർവിങ്. ഈവൻ ദ സബ്സ്റ്റൻസ് ഐ ഫെൽറ്റ് ലൈക്ക് മോർ ഡിസേർവിങ് ദാൻ അനോറ ടു വിൻ ബെസ്റ്റ് പിക്ചർ. സോ ഓക്കെ, ബട്ട് ഈ വർഷത്തെ ഓസ്കാർ തന്നെ ഒരു ഡ്രൈ ആയിരുന്നു. സോ അതുകൊണ്ട് ആര് ജയിച്ചാലും ഞാൻ വലിയ കുറ്റം പറയുന്നില്ല. സോ ഇറ്റ്സ് ഒരു അൺഡിസേർവിങ് വിന്നാണ് അനോറ ആസ് ബെസ്റ്റ് പിക്ചർ. പിന്നെ നമുക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിലേക്ക് പോകാം. സോയ് സാൽഡാന ആണ് സോ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഇപ്രാവശ്യം ജയിച്ചത്. എമിലിയ പരേസ് എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഐ ഡോണ്ട് നോ, ഒരു എമിലിയ പരേസ് എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഓസ്കാറിൽ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഊക്ക് വാങ്ങിയൊരു സിനിമയാണ് എമിലിയ പരേസ്. സോ അതിൽ ഒരു സപ്പോർട്ടിംഗ് റോളിന് ആണ് സോയ് സാൽഡാന ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിൻ്റെ ഓസ്കാർ വാങ്ങിയത്. ഈ ഫിലിം ഞാൻ കണ്ടിട്ടില്ല, ഇത് കാണാൻ എനിക്ക് താല്പര്യമില്ല. സോ അതുകൊണ്ട് പുള്ളിക്കാരത്തിൻ്റെ ആക്ടിങ് എത്രത്തോളം നല്ലതാണെന്നൊന്നും എനിക്ക് ഈ സിനിമയിൽ അറിയില്ല. സോ ഇത് ഡിസേർവിങ് ആണോ അല്ലെന്ന് അറിയില്ല. സോ എന്തുകൊണ്ടും ഒരു കുറേ ഊക്ക് വാങ്ങിയ ഒരു മോശം സിനിമയാണെന്ന് തോന്നുന്നു എനിക്ക് എമിലിയ പരേസ്. ബട്ട് ഐ ഡോണ്ട് നോ ഇറ്റ്സ് എ ഡിസേർവിങ് വിൻ ഓർ നോട്ട്. സോ സോയ് സാൽഡാനയാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിൻ്റെ ഓസ്കാർ ഈ വർഷത്തെ ഓസ്കാറിൽ വാങ്ങിയത്. പിന്നെ യെറ്റ് അനദർ അൺഡിസേർവിങ് വിൻ, കിയാറൻ കൾക്കിൻ ഫോർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ. എ റിയൽ പെയിൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമയാണ്. ബട്ട് അതിൽ ഇത്രയും വലിയൊരു പെർഫോമൻസ് എന്ന് പറയാനൊന്നും ഇങ്ങനെ കാഴ്ച വെച്ചിട്ടില്ല. ജസ്റ്റ് ഗായ്, ഒരു എക്സ്ട്രോവേർട്ടഡ് ചങ്ങാതി, പുള്ളിക്കാരൻ്റെ കുറച്ചൊരു ഐഡിയോളജി ഒക്കെ വെച്ച് ജീവിക്കുന്ന ഒരു എക്സ്ട്രോവേർട്ടഡ് ഗായ്. സോ പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു റോളാണ്. അതിന് ഒരു ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടറിന് യാതൊരു എനിക്കൊന്നും കോമ്പറ്റീഷൻ ഇല്ലായിട്ടാണ് തോന്നുന്നത് ഇയാൾക്ക് എടുത്തു കൊടുത്തത്. നമ്മുടെ ഹോം അലോൺ സിനിമത്തെ കെവിൻ്റെ റിയൽ ലൈഫ് ബ്രദറാണ് ഇയാൾ. പിന്നെ നമുക്ക് വരികയാണെങ്കിൽ ഷോൺ ബേക്കർ അനോറയ്ക്ക് വേണ്ടി 4 അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് പിക്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞു അനോറ. പിന്നെ ബെസ്റ്റ് ഡയറക്ടർ ഷോൺ ബേക്കറാണ് ഈ വർഷത്തെ. സോ നല്ല ഡയറക്ഷനാണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചത്. ബട്ട് ബെസ്റ്റ് ഡയറക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ബട്ട് ബിക്കോസ് നല്ലൊരു ഓക്കെ ബെസ്റ്റ് ഡയറക്ടർ പിന്നെ എനിക്ക് അംഗീകരിക്കാം. ബട്ട് ബെസ്റ്റ് പിക്ചർ ആൻഡ് ബെസ്റ്റ് അനോറ ഐ ക്യാൻറ്റ് ഞാൻ അംഗീകരിക്കുന്നില്ല. പിന്നെ ബെസ്റ്റ് എഡിറ്റിംഗ് അനോറക്കാണ്. പുള്ളിക്കാരൻ തന്നെയാണ്, ഷോൺ ബേക്കർ തന്നെയാണ് അനോറ എഡിറ്റ് ചെയ്തത്. ഹീസ് ആൻ ഇൻഡി ഫിൽം മേക്കർ ആൻഡ് പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. സോ സ്ക്രീൻ പ്ലേയും എനിക്ക് വലിയ സ്ക്രീൻ പ്ലേ നല്ലൊരു സ്ക്രീൻ പ്ലേ ആണ്. ബട്ട് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് ഡു ഡിസേർവ്. ആൻഡ് ബെസ്റ്റ് എഡിറ്റിങ്ങും ഐ ഡോണ്ട് തിങ്ക് അനോറ ഡു ഡിസേർവ്. ബട്ട്
ഇതിൽ നല്ല ഫിലിംസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് റിമെമ്പർ ആക്ച്വലി. ഡ്യൂൺ 2 ഒക്കെ ഇതിലും കിടിലൻ ഒരു എഡിറ്റിംഗ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഷോൺ ബൈക്കർ വൺ ബിഗ് അറ്റ് ദ ഓസ്കർസ്. ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് പുള്ളിക്കാരൻ്റെ ഇൻഡി ഫിലിം മേക്കേഴ്സിനുള്ള സ്പീച്ചും കിടിലനാണ്. പിന്നെ നമുക്ക് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ കോൺക്ലേവ്, അതാണ് കിടിലൻ. ഈ സ്ക്രീൻ പ്ലേൻ്റെ ഒരു ഇമ്പാക്റ്റും പവറും ഒക്കെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു പടം കഴിഞ്ഞ വർഷം ഈ ഒരു ഓസ്കാർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് കോൺക്ലേവ് ആയിരുന്നു. വളരെ പവർ പാക്ഡ് ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു, അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ ആണ്. സോ കോൺക്ലേവ് ആണ് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ അതിനുള്ള ഓസ്കാർ വിജയിച്ചത്. പിന്നെ നമുക്ക് പോവുകയാണെങ്കിൽ ഫ്ലോ, ദ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ, വളരെ സാറ്റിസ്ഫൈഡ് ആയ ഒരു വിന്നാണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സൈലൻറ്റ് ഫിലിം ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ, അത് ബ്ലെൻഡറിൽ മേക്ക് ചെയ്തൊരു ഫിലിം ജയിച്ചു ഓവർ ഫാൻ ഫേവറേറ്റ് ആയ നമ്മുടെ വൈൽഡ് റോബോട്ട്. പിന്നെ വിക്കഡിനാണ് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനിന് വിൻ ചെയ്തത്. ബ്രൂട്ടലിസ്റ്റിനാണ് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി വിൻ ചെയ്തത്. ബട്ട് ഡ്യൂൺ 2 വാസ് വേ ബെറ്റർ ദാൻ ബ്രൂട്ടലിസ്റ്റ്, അതൊരു അൺഡിസേർവിംഗ് ആണ്. വിക്കഡിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ. പിന്നെ സബ്സ്റ്റൻസിൻ്റെ മേക്കപ്പ് ആൻഡ് സ്റ്റൈലിംഗ് ഷുവറായിട്ട് സബ്സ്റ്റൻസ് തന്നെയാണ് വിൻ ചെയ്യേണ്ടത്, ഡിസേർവിംഗ് ആയിരുന്നു. പിന്നെ ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് ഓഫ് കോഴ്സ് ഡ്യൂൺ 2, ബട്ട് ഇറ്റ് ഡിസേർവ്ഡ് മോർ വിൻസ് ദാൻ ടെക്നിക്കൽ സൈഡ്. പിന്നെ ബെസ്റ്റ് ഒറിജിനൽ സോങ് എമിലിയ പെരസിൻ്റെ ഒരു സോങ് ആണ്. ആൻഡ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ബ്രസീലിയൻ ഫിലിമാണ് ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ. പിന്നെ നോ അതർ ലാൻഡ് ആണ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഈ വർഷത്തെ. സോ ഇത്രയൊക്കെ തന്നെയുള്ള ഈ വർഷത്തെ ഓസ്കാർസിലെ നമ്മുടെ മേജർ വിൻസ്. സോ ഞാൻ വേറൊരു കാറ്റഗറിയും അല്ലെങ്കിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയും ഞാൻ മിസ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ ഒരു വളരെ ക്വിക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിൽക്കാണ്ട് വളരെ ക്വിക്കായിട്ട് ഒരു 7-8 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വേഗം സംഭവങ്ങളൊക്കെ കവർ ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് ക്വിക്കായിട്ട് പറഞ്ഞ് പോകാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ ആണ്. സോ വിന്നേഴ്സ് ഇതാണ്. ഇതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഒരു 8 മിനിറ്റിൻ്റെ അണ്ടറിൽ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഒരുപാട് അൺഡിസേർവിങ് വിൻസ് എന്തായാലും ഉണ്ട്, ഒരുപാട് ഏതാനും ഡിസേർവ് ചെയ്യുന്ന വിൻസും ഉണ്ട്, ഒരുപാട് സ്നബ്സ് ഉണ്ട്. അതായത് മുക്കിക്കളയുക എന്നൊക്കെ പറയില്ല നമ്മൾ മലയാളത്തിൽ, അങ്ങനെ കുറേ മുക്കിയ ഡിസേർവിങ് ഫിലിംസ് ഉണ്ട്. എസ്പെഷ്യലി ഡ്യൂൺ പാർട്ട് 2 ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് എഡിറ്റിംഗ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ഇതിലെല്ലാം വരേണ്ട ഒരു സാധനത്തിന് വെറും അതിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസിന് മാത്രം, വിഷ്വൽ എഫക്റ്റും സൗണ്ടിനും മാത്രം 2 ഓസ്കാറിൽ ഒതുക്കി മുക്കിക്കളഞ്ഞ് അല്ലെങ്കിൽ ഒതുക്കി കളയുക എന്നൊക്കെ പറയില്ല, അങ്ങനെ സ്നബ് ചെയ്തപ്പെട്ട ഒരു ഡ്യൂൺ 2 പോലത്തെ ഡിസേർവിങ് ഫിലിം ഉണ്ട്. അതുപോലെ സബ്സ്റ്റൻസിന് വെറും മേക്കപ്പ് അല്ലാണ്ട് വേറെയും കുറേ മേഖലകളിൽ ഷൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അർഹതപ്പെട്ട കുറച്ച് വിൻസ് ഉണ്ടായിരുന്നു. ഈവൻ അനോറക്ക് ബെസ്റ്റ് ഫിലിം കൊടുക്കുകയാണെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഒരുപക്ഷെ എന്നാൽ ഈ സബ്സ്റ്റൻസിന് കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഡു ഹാവ് സം റെലവൻറ്റ് മെസ്സേജ് ഇൻ ഇറ്റ്. അനോറക്ക് ഇല്ല എന്നല്ല പറയുന്നത്, ബട്ട് അനോറ ഇറ്റ്സ് ബെസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊട്ടി ഘോഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി കംപ്ലീറ്റ്ലി അനോറ ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ തോ അനോറ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ഓഫ് ലാസ്റ്റ് ഇയർ. അത്രയ്ക്ക് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ കുറേ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഏതാനും പടങ്ങളെ കണ്ടിട്ടുമില്ല, എമിലിയ പാരസൊക്കെ പോലെ. ഐ ആം സ്റ്റിൽ ഹിയർ ഞാൻ കണ്ടിട്ടില്ല. സോ ഇതൊക്കെ തന്നെയാണ്. പിന്നെ വലിയൊരു സംഭവം നമ്മൾ ഈ ഓസ്കാർസിന് പ്രതീക്ഷിച്ചില്ല, വലിയൊരു ഫിലിംസും ഇല്ലാത്തതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്തൊരു ഓസ്കാർ. തരക്കേടില്ല എന്നല്ല, നമുക്ക് വലിയ സൂചിപ്പിക്കുന്ന സിനിമകളൊന്നും കാര്യമായിട്ട് ഇതിൽ കോമ്പീറ്റ് ചെയ്താനില്ല. സോ അതിനാല് നമുക്ക് കിട്ടിയൊരു പീക്ക് ഓസ്കാർ അറിയുന്നുണ്ട് നമ്മുടെ ഓപ്പൺഹൈമറും കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണൊക്കെ 2023 പൂർ തിങ്സ് ഒക്കെ നല്ല രീതിയിൽ അതായിരുന്നു ഏറ്റവും ഒരു ലാസ്റ്റ് വന്നൊരു 2019 ശേഷം വന്നൊരു ബെസ്റ്റ് ഡിസേർവിങ് ആയിട്ടുള്ള വിന്നുകളൊക്കെ കിട്ടിയ ഒരു ഓസ്കാർ. അതിന് ശേഷം വന്ന എല്ലാം കണക്ക് തന്നെയാണ്. സോ വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത ഓസ്കാർ ആയതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വലിയ പുല്ല് മൈൻഡാണ്. സോ ഒരു ഡിസപ്പോയിൻറ്റിങ് ഓസ്കാർ പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഒരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ് ലഭിച്ചത്. സോ ഇഫ് യു അക്സെപ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ് ദെൻ യു വോണ്ട് ബി ഡിസപ്പോയിൻറ്റ് ഇഫ് ദ റിസൾട്ട് ഈസ് എ ഡിസപ്പോയിൻമെൻറ്റ്. അങ്ങനെയാണല്ലോ. സോ അതുകൊണ്ട് വലിയ കുറ്റവും കാര്യങ്ങളൊന്നും പറയാനില്ല. വരുന്ന വർഷം, അതായത് ഈ വർഷം എങ്കിലും നല്ല കിട്ടില്ല ഫിലിമുകൾ വന്നിട്ട് നല്ലൊരു കോമ്പറ്റീറ്റീവ് ഓസ്കാർ ആവട്ടെ. ഡിസേർവിങ് മീൻസ് തന്നെ അർഹപ്പെട്ടവർ തന്നെ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. Until it's me, John Flex, signing off from Encyclopedia.